നമസ്കാരം. ISLന്റെ മറ്റൊരു വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കാണാനിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 25 മിനിറ്റ് ആ പ്രതീക്ഷകൾക്ക് പിന്തുണ നൽകുന്നതായിരുന്നു. ഹൈപ്രസ് ഫുട്ബോളിന്റെ മനോഹാരിത മുഴുവൻ കണ്ട കളി. എന്നാൽ അത് മാത്രം പോരാ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിനു പിന്നിലായിരുന്നു. കണ്ണടച്ച് തുറക്കും മുൻപേ കിട്ടിയ അവസരം മോഹൻ ബഗാൻ കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. പതിവ് പോലെ പ്രതിരോധം കളി കണ്ടുനിന്നു. മക്ലാരനെ പോലെ ഗ്രേറ്റ് ഫിനിഷറെ മാർക്ക് ചെയ്യുന്നതിൽ പ്രതിരോധം പാളി. ലിസ്റ്റിന്റെ മികവാർന്ന ഒരു അസിസ്റ്റിൽ നിന്നും ജെയ്മി മക്ലാരൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളിൽ ആദ്യ ആണി അടിച്ചു. ഗോളടിക്കുക എന്ന ലക്ഷ്യസ്ഥാനം നേടുന്നവരാണ് കളിയിൽ ജയിച്ചു കയറുന്നത്. 67% ബോൾ പൊസഷനിങ് നിലനിർത്തിയിട്ടും ബഗാന്റെ 261 പാസുകൾക്കെതിരെ 516 പാസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടും 83% പാസ് അക്യുറസി ഉണ്ടായിട്ടും 4 കോർണറുകൾ നേടിയിട്ടും ബഗാന്റെ വലകുലുക്കാൻ ഒരിക്കൽ പോലും ആയില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശ നൽകുന്നതായി. കളി കണ്ടിറങ്ങിയ കാണികളിൽ ആ പ്രതിഷേധം കാണാനുണ്ടായിരുന്നു. 20 കളികൾ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ളത് 4 മത്സരങ്ങൾ. അതിലാദ്യത്തേത് 22-ന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള FC ഗോവയ്ക്കെതിരെ, അതിനുശേഷം മാർച്ച് 1-ന് ജംഷഡ്പൂരിനെതിരെ, ശേഷം മുംബൈ സിറ്റിക്കും അവസാന മത്സരം 12-ന് ഹൈദരാബാദിനുമെതിരെ. ഇതിൽ 4 മത്സരങ്ങൾ ജയിച്ചാൽ പോലും മറ്റു മത്സരങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള സാധ്യത. നിലവിൽ 24 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് 4 മത്സരങ്ങളും ജയിച്ചാൽ ലഭിക്കുന്നത് 36 പോയിന്റ്. 20 മത്സരം പൂർത്തിയാക്കിയ ജംഷഡ്പൂരിന് 34 പോയിന്റ്. ഒരു മത്സരം കൂടി ജയിച്ചാൽ 37 പോയിന്റ് അവർക്കാകും. 4ാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് 21 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർക്ക് നിലവിൽ 32 പോയിന്റാണുള്ളത്. അവർക്കിനി നേരിടാനുള്ളത് ബംഗളൂരു FCയെയും ചെന്നൈ FCയെയും ഈസ്റ്റ് ബംഗാൾ എന്നിവരെയാണ്. നിലവിൽ 20 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബംഗളൂരു FC 31 പോയിന്റുമായി 5ാം സ്ഥാനത്താണുള്ളത്. ഇതിൽ 25-ന് ചെന്നൈയിനെതിരെയാണ് അവരുടെ ആദ്യ മത്സരം. തുടർന്ന് ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റിയും നോർത്ത് ഈസ്റ്റുമായി അവർ മത്സരിക്കേണ്ടി വരുന്നു. പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റി നിലവിൽ 20 മത്സരങ്ങൾ പൂർത്തിയാക്കി 31 പോയിന്റുമായി 6ാം സ്ഥാനത്താണ് അവർ. ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഹൈദരാബാദുമായി 19-നാണ് അവരുടെ ആദ്യ മത്സരം. തുടർന്ന് മോഹൻ ബഗാനും കേരളയും ബംഗളൂരുവുമായി അവർ മത്സരിക്കും. അവരുടെ ഇനിയുള്ള മത്സരങ്ങളിൽ 2 അവർക്ക് ജയിക്കാനായാൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനാകും. 21 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ 29 പോയിന്റുമായി 7ാം സ്ഥാനത്താണ് ഒഡീഷ നിൽക്കുന്നത്. അവർക്ക് ഇനി നേരിടാനുള്ളത് മോഹൻ ബഗാനെയും മുഹമ്മദൻസിനെയും ജംഷഡ്പൂരിനെയുമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 6 സ്ഥാനക്കാരുടെ ഇനിയുള്ള മത്സരവിജയം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് നിർണായകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ വിജയിക്കുക എന്നതായിരിക്കും അവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ കടമ്പ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നിടത്താണ് ആരാധകരുടെ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ ഫലവത്താകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തുക. ഒപ്പം ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.